പറയുന്നു. അതോടൊപ്പം തന്നെ മറ്റ് വ്യവസായങ്ങളും പാലക്കാടിന് സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് കൃഷിയെ പ്രോത്സാഹിപ്പിക്കണം എന്നാണ് പറയാനുള്ളത്. ഇതിൽ നമ്മൾക്ക് പാലക്കാട് ജില്ലയെ സംബന്ധിച്ചിട്ട് 2030 ആവുമ്പോൾ തന്നെ ഒരു സുസ്ഥിര വികസനം എന്നുള്ളത് പ്രധാനപ്പെട്ട ലക്ഷ്യം ആണ്. അപ്പോൾ ഈ സുസ്ഥിരമായ വികസനത്തിന് ഏതൊരു സ്ഥലവും, ഏതൊരു ജില്ലയും, ഏതൊരു പ്രദേശവും അവിടുത്തെ അടിസ്ഥാനപരമായിട്ട് എന്താണോ വികസനത്തിന് സാധ്യത നൽകുന്നത് അതിൽ നിന്ന് ബിൽഡപ്പ് ചെയ്ത് പടുത്തുയർത്തി മറ്റ് മേഖലകളിലേക്ക് പോവുക എന്നുള്ളത് പൊതുവേ പറയാറുണ്ട്. അപ്പോൾ നെൽകൃഷിയെ അടിസ്ഥാനമാക്കുക, അതിൽ നിന്ന് മറ്റ് മേഖലകളിലേക്ക് പോവുക എന്നൊക്കെ പറയുന്നതിന് ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ എത്രത്തോളം പ്രസക്തി ഉണ്ടെന്നുള്ള ചോദ്യവും സ്വാഭാവികമായിട്ട് ഉയർന്നു വന്നേക്കാം. ബഹുമാനപ്പെട്ട MLA, 2030 ആവുമ്പോൾ പാലക്കാട് ജില്ലയുടെ വ്യാവസായിക വികസനത്തെക്കുറിച്ച് എന്തൊക്കെ തരത്തിലുള്ള സ്വപ്നങ്ങളാണ് താങ്കൾക്ക് പങ്കുവയ്ക്കാനുള്ളത്? 2030 ആവുമ്പോഴേക്കും പാലക്കാട് വ്യാവസായിക പുരോഗതിയിൽ ഒന്നാമതെത്തും എന്ന പ്രതീക്ഷയാണ് എനിക്കുള്ളത്. ഒന്നാമത്തെ കാര്യം, കേരളം ഇപ്പോൾ വ്യവസായികൾക്ക് മുതൽ മുടക്കാനുള്ള അനുയോജ്യമായ ഒരു അന്തരീക്ഷം ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. രണ്ടാമത്, ഈ പാലക്കാട് ജില്ലയുടെ കഴിഞ്ഞകാല വ്യാവസായിക പുരോഗതിയിൽ ഇപ്പോഴെന്തുകൊണ്ട് അടച്ചുപൂട്ടപ്പെടുന്നു എന്ന ചോദ്യം ഇവിടെ ഉയർത്തിയതാണ്. ഞാൻ ചോദ്യത്തിന് മറുപടിയല്ല. പൊതുവിൽ 5ാം തലമുറ വ്യവസായത്തിൻ്റെ വളർച്ചയുടെ കാലഘട്ടത്തിലാണിത്. പഴയതുപോലുള്ള യന്ത്രങ്ങളിലൂടെയുള്ള പ്രവർത്തനങ്ങൾ മാറിക്കഴിഞ്ഞു. അപ്പോൾ പുതിയ യന്ത്രവൽക്കരണത്തോടു കൂടിയിട്ടുള്ള വ്യാവസായിക വളർച്ച പാലക്കാടുണ്ടായാൽ നിലനിൽക്കുന്ന പ്രതിസന്ധി പരിഹരിക്കാൻ വേണ്ടി ഏറ്റവും കഴിയുന്നതാണ്. ഇത് പാലക്കാട് ജില്ല പൊതുവെ കാർഷിക മേഖലയാണ്. നെൽകൃഷിയും നാണ്യവിളകളും മറ്റെല്ലാ വിളകളും ഉണ്ട്. ഇപ്പോൾ കാർഷിക മേഖലയിൽ വളർന്നു വരുന്ന മറ്റൊരു വളർച്ചയാണ് ഞാൻ പ്രതിനിധാനം ചെയ്യുന്ന നെന്മാറ നിയോജകമണ്ഡലത്തിലെ മുതലമടയിലെ മാങ്ങ കൃഷി. അവിടെ ഇപ്പോൾ ഏകദേശം ഒരു 22 കോടി രൂപയെങ്കിലും ചെലവഴിച്ചുകൊണ്ടൊരു മാംഗോ ഹബ്, കാർഷിക മേഖല മാങ്ങ പാക്കിംഗ് മാത്രമല്ല അനുബന്ധമായ ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്നത് തരത്തിലാണ്. കാർഷിക മേഖലയിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിളകളാണ്, അതിലൊന്നാണ് നെൽകൃഷി. ഇവിടെ ഒരു ആശങ്കയും എനിക്കില്ല. കാരണം ഈ ഗവൺമെൻറ് ഇപ്പോൾ ആരംഭിക്കാൻ പോകുന്ന കിൻഫ്രയുടെ ഭൂമിയിലുള്ള കഞ്ചിക്കോടുള്ള റൈസ് പാർക്ക് ഏറ്റവും അടുത്തന്നെ ഉദ്ഘാടനമാവും. രണ്ടാമത് കണ്ണമ്പ്രയിൽ ആരംഭിക്കാൻ പോകുന്ന റൈസ് മില്ല് ഒരു വൻകിട പ്രോജക്റ്റാണ്. അതുപോലെ കാവശ്ശേരിയിൽ ആരംഭിക്കാൻ പോകുന്ന ഇതേപോലുള്ളൊരു ചെറിയ ആധുനിക മില്ല്. സ്വാഭാവികമായും ഈ റൈസ് മില്ലുകളും റൈസ് പാർക്കുകളും ഒക്കെ വരുമ്പോൾ പാലക്കാട് ജില്ലയിലെ നെല്ലുൽപ്പാദിപ്പിക്കുന്ന കർഷകർക്ക് വലിയ ആശ്വാസമാണ്. അവരുടെ നെല്ല് ഏറ്റെടുക്കാൻ നമുക്ക് കഴിയുന്ന തരത്തിലേക്ക് വരും. അപ്പോൾ 2 കാര്യങ്ങളാവും, വ്യവസായമാവും നല്ല കുത്തരിയും കിട്ടുന്ന സ്ഥലമാവും. മറ്റൊന്ന്, പുതിയ ലോകത്തിനനുസരിച്ചുള്ള വ്യവസായ പാർക്കുകളുടെ വരവാണ്. കേന്ദ്ര ഗവൺമെൻറ് പ്രഖ്യാപിക്കുന്നതിനും എത്രയോ മുൻപ് തന്നെ എറണാകുളം, കൊച്ചി, കോയമ്പത്തൂർ, ബാംഗ്ലൂർ ഇൻഡസ്ട്രിയൽ കോറിഡോർ പ്രഖ്യാപിച്ചു. ഈ കൊച്ചി ബാംഗ്ലൂർ ഇൻഡസ്ട്രിയൽ കോറിഡോർ പ്രഖ്യാപിക്കുന്നതിന് മുൻപ് തന്നെ അതിനാവശ്യമായ ഭൂമി ഈ കേരളത്തിലെ ഗവൺമെൻറ് കിബി മുഖാന്തരം ഏറ്റെടുത്തു കഴിഞ്ഞു. ഇനിയും ആവശ്യമുള്ള ഭൂമി ഏറ്റെടുക്കാൻ പോവുക. ഒരു വ്യാവസായിക വളർച്ചയുടെ അടിത്തറ എന്ന് പറയുന്നത് അവർക്കാവശ്യമായ പശ്ചാത്തലങ്ങളും സൗകര്യം വേണം. അപ്പോൾ ആ കോറിഡോർ ആവുന്നതോടുകൂടി ഈ പാലക്കാട് ജില്ലയുടെ ഇന്നത്തെ വ്യാവസായിക മേഖലയിൽ മാത്രമല്ല, സാമൂഹ്യ രംഗത്തും സാമ്പത്തിക രംഗത്തും ഒരു വലിയ മാറ്റം 2030 പാലക്കാട് ജില്ലയിലുണ്ടാവും. നമുക്ക് ഇതിൽ മറ്റൊരു കാര്യം, ലോകത്ത് ഏതു രാജ്യങ്ങളിലുള്ള വ്യാവസായിക സാമ്പത്തിക പുരോഗതിയിൽ മുഖ്യ പങ്ക് വഹിച്ചിട്ടുള്ളവരാണ് തൊഴിലാളികൾ. തൊഴിൽ സമരങ്ങൾ കൊണ്ട് അടച്ചുപൂട്ടി എന്ന് പറയുന്നതിനോട് എനിക്ക് ഒട്ടും യോജിപ്പില്ല. കാരണം അതെല്ലാം മാറി. പൊതുവെ മുതലാളിക്കാണെങ്കിൽ മുതൽ മുടക്കാൻ ഒരു മടിയുമില്ലാത്ത കാലമാണ്. നരകത്തിൽ പോലും ലാഭം കിട്ടുമെങ്കിൽ മുതലാളി മുതൽ മുടക്കും. ആ വ്യാവസായികപരമായിട്ടുള്ള
അടിത്തറ ഈ പാലക്കാട് ജില്ലയിൽ ഇപ്പോഴത്തെ സാഹചര്യത്തിലുണ്ട്. പക്ഷെ കണക്ടിവിറ്റി എന്ന് പറയുന്നത് കുറവാണ്. ഒന്ന്, ഒരു വ്യവസായം വരുമ്പോൾ അവരുടെ ഉൽപ്പന്നങ്ങൾ, അസംസ്കൃത സാധനങ്ങൾ കൊണ്ടുവരാനും, ഇപ്പോൾ അതുപോലെ തന്നെ അത് ഉൽപ്പാദിപ്പിച്ചു കഴിഞ്ഞാൽ ഉൽപ്പന്നങ്ങളാക്കി കൊണ്ടുപോകാനുള്ള റെയിൽ കണക്ടിവിറ്റി. ഒരുപക്ഷെ നമ്മുടെ സ്വപ്നതുല്യമായ റെയിൽവേ കോച്ച് പാലക്കാട് വന്നിരുന്നുവെങ്കിൽ ഈ നമ്മൾ ഈ ചർച്ച ചെയ്യുന്നതിന് എത്രയോ മുൻപ് പാലക്കാടിൻ്റെ മറ്റൊരു വലിയ പുരോഗതി ഉണ്ടാവും. ആ വ്യാവസായിക മേഖല എന്ന നിലയിൽ അവിടേക്ക് ആവശ്യമായ വൈദ്യുതി 400 kVയോ മറ്റു ഒരുപാട് സ്റ്റേഷനുകൾ, സബ് സ്റ്റേഷനുകൾ സ്ഥാപിച്ചു കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് അവിടേക്ക് വരാൻ ഇപ്പോൾ ഒരു IT ഹബ്ബാണ് പാലക്കാട് വരുന്നതെങ്കിൽ IT മേഖലയിലുള്ള ആളുകൾക്ക് വരാനും പോകാനും പറ്റാവുന്ന ഏറ്റവും അടുത്ത കോയമ്പത്തൂർ എയർപോർട്ട്, അതൊരു കണക്ടിവിറ്റിയാണ്. പക്ഷെ അതിനേക്കാൾ ഉപരി ഒരു ചെറിയ എയർപോർട്ടിനുള്ള സാധ്യത കൂടി ഉണ്ടെങ്കിൽ അത്തരമൊരു വലിയ വ്യാവസായിക മേഖല നമ്മുടെ ഈ പാലക്കാട് ജില്ലയിൽ തന്നെ വരാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ചകിരിയും മറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള വ്യവസായങ്ങൾ നിലവിലുണ്ട്. അത് നമ്മുടെ പിന്നെ എൻ്റെ മണ്ഡലത്തിൽ തന്നെ വടവന്നൂർ അത് നടക്കുന്നുണ്ട് നന്നായിട്ട്. ഒരു സൊസൈറ്റിയാവും. കാർഷിക ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന തരത്തിലേക്കുള്ള ഒരു വ്യവസായ കേന്ദ്രങ്ങളാണ് ഇവിടെ പറഞ്ഞ പറളി ഇവിടെ ഉണ്ടായിരുന്നതും ഷൊർണൂരും മറ്റേ ഉണ്ടായിരുന്നു. ഗവൺമെൻറ്റിൻ്റെ ഉടമസ്ഥയിലാണ് ഷൊർണൂരുണ്ടായിരുന്നു. ഇപ്പോഴെന്താ പ്രശ്നം എന്ന് പറഞ്ഞാൽ കാർഷിക മേഖലയിൽ ആധുനിക പഴയ യന്ത്രങ്ങളെക്കാൾ കൂടുതൽ പുതിയ യന്ത്രവൽകൃതം മാത്രമല്ല റോബോട്ടിക് ആയിട്ടുള്ള കാർഷിക രീതിയിലേക്ക് പോകുന്നതാണ്. പലപ്പോഴും യൂട്യൂബ് വഴിയൊക്കെ നമ്മൾ കാണാൻ കഴിയുന്നതാണ്. വിത്തെറിയുന്നത് മുതൽ കൊയ്ത് എടുക്കുന്നത് വരെയുള്ള ജോലികളിൽ അത്തരമൊരു സാഹചര്യത്തിൽ ഉപയോഗപ്പെടുത്തുന്ന റോബോട്ടിക് സിസ്റ്റങ്ങളൊക്കെ വരികയാണ്. സ്വാഭാവികമായും ആ രീതിയിലേക്കുള്ളൊരു സമ്പ്രദായത്തിലേക്ക് പോകണം. കർഷകരെ സംബന്ധിച്ചുണ്ടാക്കുന്ന നല്ല ഈ നെല്ല് അനുബന്ധമായിട്ടുള്ള പിന്നെ കാര്യങ്ങളിൽ ഒന്നാണ് ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച തറക്കല്ലിട്ടിട്ടുള്ള ഒരു മേനാമ്പാറ ഭാഗത്ത് തറക്കല്ലിട്ടിട്ടുള്ളൊരു കേന്ദ്രമുണ്ട്. ഈ സ്പിരിറ്റുമായി ബന്ധപ്പെട്ട് ഡിസ്റ്റിലറി അങ്ങനെ എന്തോ ഇവിടെ ഇട്ടിട്ടുണ്ട്. കാർഷിക മേഖലയിൽ നിന്നാണ്. അപ്പോഴതിൻ്റെ ഭാഗമായിട്ട് ഉയർന്നു വന്നത് എന്താ, ജലലഭ്യത കുറയുമോ എന്നതാണ്. ആശങ്കയുണ്ടാവും. അതെല്ലാം പഴയകാലമല്ലല്ലോ ഇപ്പോൾ. അതിന് പറ്റാവുന്ന ഭൂമിയും സ്ഥലവും കണ്ടെത്തി സ്വകാര്യ വ്യക്തികൾക്കല്ല, അതിനപ്പുറം ഗവൺമെൻറ്റിൻ്റെ ഉടമസ്ഥതയിൽ തന്നെ സ്ഥാപിക്കപ്പെടുന്ന രൂപത്തിലേക്ക് വരുമ്പോൾ കർഷകരെ സംരക്ഷിക്കാൻ വേണ്ടി നമുക്ക് കഴിയുന്ന രൂപത്തിലേക്ക് വരും എന്നതാണ് പൊതുവെ എനിക്ക് തോന്നിയിട്ടുള്ളത്. അതുപോലെ തന്നെ പാലക്കാട് സാധ്യതകൾ ഇല്ലായകയില്ല. ഇപ്പോൾ പറഞ്ഞല്ലോ, എല്ലാ കാര്യത്തിനും കോയമ്പത്തൂർ ഏറ്റവും അടുത്ത് എന്ന നിലയിലേക്ക് പോകുന്നത്. രണ്ട് കാര്യമാണ്. വിദ്യാഭ്യാസപരമായി അത് വരുമ്പോൾ ഞാൻ പറയാം. അവിടെ പിന്നെ അതിന് കണക്ടിവിറ്റികൾ, എല്ലാ സൗകര്യങ്ങളുണ്ട്. പണ്ടേ ഒരു പിന്നെ വ്യവസായ കേന്ദ്രം എന്ന നിലയിൽ വളർന്നു വന്ന അതായിരുന്നു അവിടെ. ഈ പാലക്കാടും കേരളത്തിൻ്റെ 2ാമത് വ്യവസായ കേന്ദ്രമാണ്. ആ വ്യവസായ കേന്ദ്രത്തിലേക്ക് വളർത്തിക്കൊണ്ടുവരാൻ കഴിയും. അത് 2030 ആകുമ്പോഴേക്കും മറ്റേതൊരു ജില്ലയേക്കാളും എൻ്റെ പാലക്കാട് ജില്ല 1ാമത് വ്യാവസായിക രംഗത്ത് ഈ രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് മുന്നോട്ട് പോകുന്നത് കൊണ്ട് തന്നെ വരാൻ കഴിയും എന്ന വിശ്വാസത്തിലാണ് എനിക്ക് ഉള്ളത്. അതെ, ഇപ്പോൾ നമ്മൾ പാലക്കാട് ജില്ലയുടെ 2030 വ്യാവസായിക വികസനം എങ്ങനെയായിരിക്കണം, അതിന് ഏതൊക്കെ രീതിയിൽ ഈ നിമിഷം മുതൽ മുന്നോട്ട് പോയാൽ നമ്മൾക്ക് സാധിക്കും, എവിടെയൊക്കെയാണ് ദൗർബല്യങ്ങളുള്ളത്, എവിടെയൊക്കെയാണ് പിഴവുകളുള്ളത്, എവിടെയൊക്കെയാണ് മുന്നോട്ട് പോക്കുകൾ ഇപ്പോൾ തന്നെ സജീവമായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നിങ്ങനെയുള്ള വിവിധ തലങ്ങളിലുള്ള അഭിപ്രായങ്ങളാണ് 3 പേരിൽ നിന്ന് നമ്മൾ കേട്ടത്. നമ്മൾക്ക് അടുത്തതായിട്ട് ആരോഗ്യ മേഖലയിലേക്കാണ് പോകേണ്ടത്, അത് മനസ്സിൽ വെക്കുക. പക്ഷേ ഇപ്പോൾ വ്യാവസായിക മേഖലയെക്കുറിച്ച് പറഞ്ഞ ഈ 3 പേരും പറഞ്ഞതിനെ ക്രോഡീകരിച്ചുകൊണ്ടും ഒപ്പം തന്നെ സ്വന്തം നിലയ്ക്കും ഒരു സാമ്പത്തിക വിദഗ്ധൻ എന്നുള്ള നിലയ്ക്കും ലീഡ് കോളേജ് ഓഫ് മാനേജ്മെന്റ് ഡയറക്ടർ ഡോക്ടർ തോമസ് ജോർജ് കെ എങ്ങനെയാണ് 2030 പാലക്കാട് ജില്ലയുടെ വികസനത്തെ സ്വപ്നം കാണുന്നത് എന്നും അത് കേവല